बच्चे नमस्ते। हमारा चौथा पाठ नन्ना फनका हमारा चौथा നമ്മുടെ ഫോർത്ത് ലെസൺ ആണ് ഒരു കഹാനിയാണ് അത് ആ कहानी का नाम नन्ना नन्ना फनका ले देखो यह एक लड़के के बारे में एक कहानी यह कहानी लड़के के बारे में है നമ്മുടെ നാട്ടിൽ അല്ലേ നമ്മുടെ രാജ്യത്ത് എന്താണ് പലതരത്തിലുള്ള എന്താണ് ഹസ്തശില്പ ഹാൻഡിക്രാഫ്റ്റ്സ് അല്ലേ ആൾക്കാർ ഉണ്ട്, കരകൗശല ജോലിക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കൊത്തുപണികളായിട്ട് ജീവിതം കഴിയുന്നവരുണ്ട്. കൊത്തുപണികളൊക്കെ ചെയ്ത് കല്ലിലും പിന്നെ എന്താണ് തടിയിലും കൊത്തുപണികൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അതിനൊരു കൊച്ചു ബാലിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. നന്ന ഫൻക. ഫൻക മീൻസ് കൊത്തുപണി എന്നാണ്. ഫൻക മീൻസ് എന്താണ്? ആർട്ടിസ്റ്റ്. ഫൻക മീൻസ് ആർട്ടിസ്റ്റ്. ഫൻക മീൻസ് ആർട്ടിസ്റ്റ്. നന്ന മീൻസ് സ്മോൾ ആർട്ടിസ്റ്റ് അല്ലേ? അപ്പോൾ ഫൻകാർ മീൻസ് വെച്ചോ, ഫൻകാർ മീൻസ് എന്താണ്? ആർട്ടിസ്റ്റ് അല്ലേ, ഒരു കലാകാരൻ അല്ലേ? അതെന്താണ്? കൊത്തുപണി ചെയ്യുന്ന ഒരു കലാകാരൻ, ഒരു കൊച്ചു പയ്യൻ്റെ കഥ. സ്മോൾ. नन्ना मीन्स स्मॉल. देखो वो लड़का एक चौकोर लाल पत्थर के पास बैठ गया. उसने जल्दी जल्दी कोई प्रार्थना बुदबुदाई और छेनी हथौड़ा उठाकर अपने काम में जुट गया. वो लड़का एक चौकोर लाल पत्थर के पास बैठ गया. उसने जल्दी जल्दी कोई प्रार्थना बुदबुदाई और छेनी हथौड़ा उठाकर अपने काम में जुट गया. എന്താണ്? वो लड़का ആൺകുട്ടി എന്താണ്? ചൗക്കോർ പത്തർ മീൻസ് സ്റ്റോൺ ആണ്. ചൗക്കോർ മീൻസ് എന്താണ്? ഫോർ സൈഡ്, 4 വശമുള്ള ചൗക്കോർ. ലാൽ പത്തർ, ലാൽ മീൻസ് റെഡിഷ് കളറിൽ ഒരു പത്തറിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ബട്ട് ഉസ്നെ ജൽദി ജൽദി കോയി പ്രാർത്ഥന. അതാണ് പെട്ടെന്ന് അവൻ്റെ എന്താണ്? ജൽദി ജൽദി കോയി പ്രാർത്ഥന ബുദ്ബുദായി. ബുദ്ബുദാന മീൻസ് ടു മട്ട്. ബുദ്ബുദായി 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 ടു മട്ട്. बुदबुदाई मट कुलम्बुआ. और छेनी हथौड़ा उड़ाकर अपने काम में जुट गया. छेनी हथौड़ा എന്ന് വെച്ചാൽ ഈ കൊത്തുപണിയൊക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ എന്താണ്? അതിൻ്റെ ആയുധങ്ങളുണ്ട്, ഉപകരണങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ചിസൽ എന്ന് പറയും. ഉളി. देखो वो लड़का एक चौकोर लाल पत्थर के पास बैठ गया. उसने जल्दी जल्दी कोई प्रार्थന പെട്ടെന്ന് എന്താണ്? അവൻ എന്തോ പറഞ്ഞുകൊണ്ട് അല്ലേ? ബുദ്ബുദായി പുലമ്പിക്കൊണ്ടാണ്. और छेनी हथौड़ा उठाकर अपने काम തൻ്റെ ജോലി ചെയ്യാൻ. काम മീൻസ് എന്താണ്? ജോലി. जुट गया. कुछ दिन पहले ही उसने इस पत्थर पर घंटियों की कतारें और कड़ियाँ उकेरना शुरू किया था. कुछ दिन पहले ही उसने इस पत्थर पर घंटियों की कतारें और कड़ियाँ उकेरना शुरू किया. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എന്താണ്? ഈ പത്തർ പർ, ഈ കല്ലിലാണ് എന്താണ്? ഘണ്ടിയ മീൻസ് ബെൽസ്. ഘണ്ടി ബെൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് എന്താണ്? ഈ പത്തർ പർ ഘണ്ടിയോങ്കി കതാരി അല്ലേ? മണികൾ, ബെല്ല്, ചെറിയ ബെല്ല് അവനിങ്ങനെ കൊത്തുപണി ചെയ്തിങ്ങനെ അതിൻ്റെ ഒരു നില പോലെ അവൻ ഉണ്ടാക്കുകയാണ്. ഓർ കടിയ ഉക്കേർന എന്ന് വെച്ചാൽ എന്താണ്? കൊത്തുപണി അങ്ങനെ ചെയ്യുക, അങ്ങനെ കൊത്തി എടുക്കുകയായിരുന്നു. അതിനുള്ള പണി അവൻ ആരംഭിച്ചിരിക്കുകയായിരുന്നു. लड़के ने एक अनबनी अधूरी घंटी पर चेनी की नोक
टिकाई और सावधानी पूर्वक हथौड़े से घंटी पर नक्काशी करने में जुट गया. എന്താണ് ആ കുട്ടി എന്താണ് ലട്കേനി അദ്ബനി അധൂരി, അതൊക്കെ പൂർണ്ണമായിട്ടില്ല കേട്ടോ, അവൻ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ലട്കേനി അദ്ബനി അധൂരി ഘണ്ടി പർ ചേനിക്ക് നോക് മീൻസ് എന്താണ് അതിൻ്റെ ആ എൻ്റെ ഭാഗാഗ്രഹാത് टिकाई और सावधानी पूर्वक हथौड़े से घंटी पर नक्काशी करने में जुट गया. വളരെ സാവധാനപൂർവ്വം അല്ലേ, കൊത്തുപണിയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ച് അതിൻ്റെ ഓരോ ഭാഗവും നമ്മൾ അങ്ങനെയാണത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു തടികളിൽ മറ്റും കൊത്തുപണികൾ ചെയ്തിരിക്കുന്നത് അമ്പലങ്ങളിൽ ചെല്ലുമ്പോഴും അല്ലേ, ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോകുമ്പോൾ കാണാൻ പറ്റും കൊത്തുപണികൾ ചെയ്തിരിക്കുന്നത്. हथौड़े के वार से पत्थर पर जो खटाव उभरता उससे पत्थर की किरचें चितरा जाती और वह आंखें सिकोड़ लेता. साथ साथ धीमी आवाज में वो कुछ गुनगुनाने भी लगता. उसके चारों ओर दूसरे संगत राश भी अपने अपने काम में डूबे हुए थे. हथौड़े के बार से पत्थर पर जो खटाव उभरता. എന്താണ് ഹത്തോഡ മീൻസ് എന്താണ് ആ ചുറ്റിക അല്ലേ, ആ ചുറ്റിക വെച്ച് അവനിങ്ങനെ ഓരോ അടി അല്ലേ, ചുറ്റിക വെച്ച് അടിച്ചടിച്ചാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്താണ് ഈ കൊത്തുപണിക്കാരും അവരൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, കരിങ്കല്ലയിലൊക്കെ കൊത്തുപണി ചെയ്യുമ്പോൾ അവരൊരു ആണി പോലോ ആണിയല്ല എന്തോ പറയാൻ ആണി പോലെ സാധനം ചുറ്റിക വെച്ച് അവരെ അടിച്ച് ഷേപ്പാകും. അതുപോലെ കൊച്ചു പയ്യനും ചുറ്റികയും വെച്ച് ഒരു ഉളിയൊക്കെ വെച്ചിട്ട് അവൻ ആ പണി ചെയ്യുകയാണ്. ഹത്തോടേക്ക് വാർ മീൻസ് എന്താണ് അതിൻ്റെ ഓരോ അടിയിലും അല്ലേ ആഘാതത്തിൽ പത്തർ പർ ജോ കഠാവ് ഉബർത്ത, എന്താണ് കഠാവ് മീൻസ് കട്ടിങ് ആണ്. ഉബർത്ത ഉസ്സെ പത്തർ കി കിർച്ചേൻ ചിത്തര ജാതി ഓർ വഹ് ആങ്കെ സിക്കോട് ലേത്ത. അപ്പോൾ എന്താണ് ചുറ്റിയ വെച്ച് ആ കട്ട ഇങ്ങനെ കല്ലിങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ നിന്ന് തരികളും മൺതരികളും തെറിക്കുമല്ലോ. അപ്പോൾ എന്താണ് ഉസ്കി ആങ്കെ എന്താണ് സിക്കോടിലെത്ത മീൻസ് സിക്കോടിന മീൻസ് ചുരുങ്ങ സിക്കോടിലെത്ത. സാത്ത് സാത്ത് ധീമി ആവാസ് മീ വഹ് കുച്ച് ഗുൻഗുനാനെ भी लगता. ഗുൻഗുനാന്ന് വെച്ചാൽ എന്താണ് ചുമട്ട, അപ്പോഴും എന്താണ് ഇങ്ങനെ പുലമ്പിക്കൂടി. उसके चारों ओर दूसरे संगत राश भी अपने अपने काम में डूबे हुए थे. उसके चारों ओर അല്ലേ, അപ്പം നാല് വശത്ത് ഉസ്കെ അവൻ്റെ നാല് വശത്ത് എന്താണ് സംഗത്രാഷ് മീൻസ് എന്താണ് സംഗത്രാഷ് മീൻസ് കമ്പനി. അപ്പം തൻ്റെ ജോലികളിൽ ബാക്കിയുള്ളവരും ഒക്കെ എന്താണ് മുഴുകി ഇരിക്കാൻ, ചുറ്റുവട്ടത്തുള്ളവരും ഇങ്ങനെ തങ്ങളുടെ തൊട്ട് മുഴുകിയിരിക്കുന്നു. देखो बच्चे वो लड़का एक चौकोरलाल पत्थर के पास बैठ गया. उसने जल्दी जल्दी कोई प्रार्थना बुदबुदाई और छेनी हथौड़ा उठाकर अपने काम में जुट गया. कुछ दिन पहले ही उसने इस पत्थर पर घंटियों की कतारें और कड़ियाँ उकेरना शुरू किया था. लड़के ने एक अधबनी अधूरी घंटी पर छेनी की नोक टिकाई और सावधानी पूर्वक हथौड़े से घंटी पर नक्काशी करने में जुट गया. नक्काशी मीन्स എന്താണ് എൻഗ്രേവ് കൊത്തുപണി നക്കാശി കേട്ടോ. हथौड़े के वार से पत्थर पर जो कठाव उभरता उससे पत्थर की किरचें चितरा जाती और वह आंखें सिकोड़ लेता. साथ साथ धीमी आवाज में वो कुछ गुनगुनाने भी लगता. उसके चारों ओर दूसरे संगत राश भी अपने अपने काम में डूबे हुए थे. അപ്പം ആ കുട്ടി ആരാണിത്, ഒരു കുട്ടി ഒരു ആൺകുട്ടിയാണേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി കാര്യത്തേക്കോ നോക്കൂ. केशव 10 साल का था और अभी अपना काम सीख ही रहा था. पिता के एक बार करके दिखा देने पर वो सीधी लकीरों वाले और घुमावदार डिजाइन उकेर सकता था. अब तक उसने नक्काशी का जो भी काम किया था उनमें से इन घंटियों को बनाना ही सबसे ज्यादा मुश्किल था. केशव जानता था कि एक दिन तो ऐसा जरूर आएगा जब वह बहुत बारीक जालियां मगी नफीस
बेलबूटे कमल के फूल लहराते हुए सांप और इठलाकर चढ़ते हुए घोड़े ये सब पत्थर पर उकेर पाएगा ठीक उसी तरह जैसे उसके पिता बनाता है. കേശവ് ഇനി നമ്മുടെ ഒരു ലഡ്കയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കൊത്തുപണി ചെയ്യുന്ന ആൺകുട്ടിയാണ് പറഞ്ഞുള്ളൂ. ഇനി ആ കുട്ടിയുടെ പേരൊക്കെയാണ് പറയുന്നത്. കേശവ് 10 साल का था. കേശവിന് എത്ര വയസ്സുണ്ട്? നമ്മുടെ ആ കുട്ടിയുടെ പേര്, ആ കൊത്തുപണി ചെയ്യുന്ന കുട്ടിയുടെ പേരെന്താണ്? കേശവ്. എത്ര വയസ്സുണ്ട്? 10 വയസ്സ്. 10 വയസ്സുള്ള ഒരു കുട്ടിയാണ് കേശവ്. अभी अपना काम सीख ही रहा था. पिता के एक बार करके दिखा देने पर बक्सी की लकीरों वाले और घुमावदार डिजाइन कर सकता अല്ലേ? അത് തന്നെ പിതാവിൻ്റെ കൂടെ വന്നിരുന്ന ഇത് ഒരു വട്ടം കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ പണികൾ ചെയ്യുന്നത്. ഘുമാവദാർ മീൻസ് എന്താണ്? ഈ വളവുള്ള ഡിസൈനൊക്കെ ചെയ്യുന്നത്. ഓക്കെ, മുദ്ര ചെയ്യുക, കൊത്തുപണി മുദ്ര ചെയ്യുക, മുദ്രിത ചെയ്യുക. अब तक उसने नक्काशी का जो भी काम किया था उनमें से इन घंटियों की बनाना ही सबसे ज़्यादा मुश्किल है अല്ലേ? അതായത് ബെല്ലുണ്ടാക്കുകയാണ്, മണി ഉണ്ടാക്കുകയാണ്. അതിങ്ങനെ എന്താണ് കുറേ ആയിട്ട് കൂട്ടി വേണം ഉണ്ടാക്കുക. പക്ഷെ അതിച്ചിരി ബുദ്ധിമുട്ടാണ്. केशव जानता था कि एक दिन तो ऐसा ज़रूर आएगा जब वह बहुत बारीक झाड़ियाँ, महीन नफीस बेलबूटे, कमल के फूल, लहराते हुए सांप और इठलाकर चढ़ते हुए घोड़े सब പത്തർ पर उकेर पाएगा. അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹങ്ങളാണ്. എന്ത് ഓരോരോ കൊത്തുപണികൾ ചെയ്യണം. എങ്ങനെ എന്തൊക്കെയാണ്? പാമ്പെഴുന്നത് അല്ലേ, കമൽക്ക് താമരപ്പൂവ്, ഇതൊക്കെ അവന് കൊത്തുപണി ചെയ്യണം. ഘോട കുതിരയൊക്കെ ഇങ്ങനെ കൊത്തുപണി ചെയ്തുണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. പത്തർക്കെ ഉക്കേർ പായക, അതൊക്കെ അവൻ ചെയ്യും എന്നാണ് പറയുന്നത്. ठीक उसी तरह जैसे उसके पिता बनाता है അല്ലേ? അതുപോലൊക്കെ അവൻ്റെ അച്ഛൻ പിതാവ് ചെയ്യാറുണ്ട്. कई साल पहले जब वो पैदा भी नहीं हुआ था उसके माता पिता गुजरात से आगरा आकर बस गए थे. बादशाह अकबर उस वक्त आगरे का किला बनवा रहे थे और केशव के पिता को यही काम मिल गया. देखो, कई साल पहले, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, कई साल पहले जब वह पैदा भी नहीं हुआ था, അവൻ ജനിച്ചിട്ട് കൂടി ഇല്ലായിരുന്നു. उसके माता पिता गुजरात से आगरा आकर, അവൻ്റെ അച്ഛനും അമ്മയും ഗുജറാത്തിൽ നിന്ന് എവിടെ വന്നിരിക്കുകയാണ്? ആഗ്രയിൽ വന്ന് താമസിക്കുകയാണ്. ബാദ്ഷാഹ് അക്ബർ ഉസ് വക്ത് ആഗ്രേ കെ കില ബൻവാ രഹേ थे. അപ്പം ബാദ്ഷാഹ് അക്ബർ അല്ലേ, രാജാവ് അല്ലേ, ബാദ്ഷാഹ് അക്ബർ രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. അക്ബർ രാജാവ് ആ സമയത്ത് ആഗ്രയിൽ എന്താണ് കില ഫോർട്ട് പണിയാൻ ഇരിക്കുകയായിരുന്നു. കേശവ് കെ പിതാക്കോ യഹി കാം മിൽ ഗയ. കേശവിൻ്റെ അച്ഛനും അവിടെ ജോലിയാണ്. കേശവ് കാ ജന്മ ഭി ആഗ്രേ में भी हुआ था. അങ്ങനെ കേശവന്റെ ജന്മം എവിടെയായിരുന്നു? ആഗ്രയിലായിരുന്നു. उसे गुजरात के पुश्तैनी गांव जाने का तो कभी मौका ही नहीं मिला. आगरा की गलियां और अब सिकरी बस यही उसका घर था. അപ്പോൾ നമ്മുടെ കേശവിൻ്റെ അച്ഛനും അമ്മയും വളരെ വർഷങ്ങൾക്ക് മുൻപേ അവർ ഗുജറാത്തിൽ നിന്ന് എവിടെ വന്ന് താമസിക്കുന്നവരാണ്? ആഗ്രയിൽ വന്ന് താമസിക്കുന്നവരാണ്. മനസ്സിലായോ? ആഗ്ര ഉസെ ഗുജറാത്ത് കെ, അപ്പം ഉസെ ഗുജറാത്ത് കെ പുസ്തൈനി ഗാവ് മേ എന്താണ് അത്? അപ്പം അവരൊക്കെ എങ്ങനെയാണ്? ഗുജറാത്തിലെ പുസ്തൈനി ഗാവ് ജാനെ കബി കബി മൗക്ക. അപ്പം നമുക്കൊക്കെ ഉണ്ട് ഒരു സ്ഥലത്ത് ചിലപ്പം അവരുടെ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇല്ലേ, വേറൊരു സ്ഥലത്ത് തൊഴിൽ തേടി പോവും ഇല്ലേ? നമ്മൾ അതൊക്കെ കണ്ടുവരുന്നതാണ്. അപ്പം നമ്മുടെ നാട്ടിലും ഉണ്ട്. ഇപ്പം കേരളത്തിൽ നിന്നുള്ളവർ പുറത്ത് പോയി വേറെ സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യും. വേറെ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ നമ്മുടെ കേരളത്തിൽ വന്ന് ഇല്ലേ ജോലി ചെയ്യും. അതുപോലെ അപ്പോൾ ദേക്കോ ബെച്ചോ. അപ്പം നന്ന ഫൻകാർ. ഫൻകാർ മീൻസ് എന്താണ്? ഫൻകാർ മീൻസ് ആർട്ടിസ്റ്റ്. നന്ന മീൻസ് സ്മോൾ. ബുഗ്ലാൻ മീൻസ് ടു മട്ടർ. ഹണ്ടി മീൻസ് ബെൽ.
देखो एक बार देखो। अब केशव कितना साल का बेटा था? केशव 10 साल, 10 വയസ്സുള്ള കുട്ടിയാണ്. പിതാക്ക് അപ്പോൾ നമ്മൾ അതെല്ലാം പറഞ്ഞതാണ്. കൈ സാൽ പാക്കലി അത് പറഞ്ഞു. മാതാപിതാ ഗുജറാത്ത് സേ ആഗ്ര ആകർ ബസ് ഗए. बादशाह अकबर उस वक्त आगरा के किला बनवा रहे थे और केशव के पिता को बादशाह अकबर എന്താണ് ഒരു കില ഫോർട്ട് പണിയുമ്പോൾ അവിടെ ആരും ജോലിക്കുണ്ടായിരുന്നു. നമ്മുടെ കേശവിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. അങ്ങനെ കേശവിൻ്റെ ജന്മം എവിടെയായിരുന്നു? ആഗ്രയിലായിരുന്നു. അപ്പോൾ ഇവരുടെ പൂർവികരെല്ലാം എവിടെയായിരുന്നു? കേശവിൻ്റെ പൂർവികരെല്ലാം ഗുജറാത്തിലുള്ളവരാണ്. चारों ओर हो रही चैनी हथौड़ों की ठक ठक घट घट के बीच केशव को किसी के कदमों की आहट भी न सुनाई पड़ी. इसलिए अचानक कानों में एक आवाज फटने पर वो चौंक गया. माशाअल्लाह, ये घंटियाँ कितनी सुंदर है, तुमने खुद बनाई है. देखो, चारों ओर हो रही चैनी हथौड़ो. അപ്പം ഒരു കൊത്തുപണിയൊക്കെ നടക്കുന്ന ഒരു പണിശാലയിൽ എന്തായിരിക്കും? ഈ ചുറ്റികയുടെ ഈ ഉളിയുടെ ഒക്കെ സൗണ്ട് ആയിരിക്കും എപ്പോഴും കേൾക്കുമ്പോഴത്തേക്ക്. ठक ठक खट खट के बीच अല്ലേ? केशव की किसी के कदमों की आहट भी न सुनाई पड़ी. അപ്പോൾ എന്താണ് आहट means സൗണ്ട്. आहट साउंड. चारों ओर हो रही चैनी हथौड़ों की ठक ठक खट खट के बीच केशव को किसी के कदमों की आहट भी न सुनाई पड़ी. അപ്പം അവർ പണിതുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ ഉളിയുടെയും ആ ചുറ്റികയുടെയൊക്കെ സൗണ്ടിൻ്റെ ഇടയിൽ ഒരു എന്താണ് പാദ സൗണ്ട്, നടന്നു വരുന്ന സൗണ്ട് നമ്മുടെ കേശവൻ കേൾക്കുന്നില്ല. इसलिए अचानक कानों में एक आवाज फटने पर वो चौंक गया. പെട്ടെന്ന് എന്താണ് കാൻ മീൻസ് എന്താണ്? ചെവി. അപ്പോൾ പെട്ടെന്ന് ചെവിയുടെ അടുത്തായിട്ട് അവനൊരു സൗണ്ട് കേട്ടപ്പോൾ ചോങ്ക് ഗയ മീൻസ് എന്താണ്? ഞെട്ടുക. പെട്ടെന്ന് ആരാന്ന് നോക്കി. കാരണം ആ കുട്ടി അവൻ്റെ പണിയിൽ വ്യാപൃതനായിട്ട് ഇരിക്കുകയാണ്. പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. എന്താണ് കേട്ടത്? മാഷാ അല്ലാ, യേ കണ്ടിയാ കിത്തനി സുന്ദർ ഹേ. ആഹാ, മാഷാ അല്ലാ, മാഷാ അല്ലാ, ये घंटियाँ कितनी सुंदर है. മാഷാ അല്ലാ, ഏ ഘണ്ടിയാ കിത്തനി സുന്ദരേ. അല്ലേ നമ്മൾ പറയാനില്ലേ, അതെയോ എത്ര ഭംഗിയായിരിക്കുന്നു, അല്ലെ ദൈവം ഇത് ആഹാ കൊള്ളാമല്ലോ, ഈ മണികൾ എന്ത് സുന്ദരമായിരിക്കുന്നു. തുന്നെ കുബ്ബനായി ഹേ. നീ ഇത് സ്വന്തമായിട്ട് നിർമ്മിച്ചതാണോ? पीछे मुड़कर केशव ने आंखें उठाई तो उसे एक आदमी दिखा. पीछे मुड़ना मीन्स തിരിഞ്ഞു നോക്കുക. അപ്പോൾ ബാക്കിൽ നിന്നായിരിക്കും സൗണ്ട് കേട്ടത്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കി. കേശവിനെ ആഖേ ഉഠായി തോ ഉസെ. അപ്പോൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആരെ കണ്ടു? ഒരു ആദ്മി, അല്ലേ, ഒരു മനുഷ്യനെ കണ്ടു. ബേശക് മേനെ ഹി യെ ഘണ്ടിയാ ബനായി ഹേ. क्या मैं आपको पत्थरों पर नक्काशी करता नजर नहीं आ रहा? देखते नहीं, मैं ही पत्थर को तराश रहा हूँ. केशव ने बड़ी तल्खी से जवाब दिया. അപ്പോൾ മേംനെ ഹി യെ ഘണ്ടിയാ ബനായി ഹേ. ഈ മണി, ഈ ബെൽ ഞാൻ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്യാ मैं आपको पत्थरों पर नक्काशी करता नजर नहीं आ रहा? എന്താ അവിടുന്ന് കണ്ടില്ലേ, ഞാനാണ് ഈ കല്ലിൽ ഈ കൊത്തുപണി, നക്കാശി മീൻസ് കൊത്തുപണി, അപ്പോൾ ചെയ്യുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നു. देखते नहीं, मैं की पत्थर को तराश रहा हूँ. എന്താണ് ഞാൻ കാണുന്നില്ലേ, ഞാൻ ഈ കല്ലെല്ലാം വെട്ടി അതിന് ഷേപ്പ് രൂപം വരുത്തുകയാണ്. തരാഷ് മീൻസ് സ്ട്രക്ചർ എന്നാണ് തരാശ്. കൊത്തുപണിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി അതൊക്കെ ഒത്തിരി കൊത്തി അവർ മിനുക്ക് പണികൾ ചെയ്തിട്ടാണ് അത് നല്ല മനോഹരമാക്കുന്നത്. അപ്പം ചുമ്മാ ഒരു കല്ലെടുത്ത് നമുക്കത് ഉണ്ടാക്കാനൊക്കത്തില്ല. അത് കൊത്തുപണി ചെയ്ത് ഷേപ്പ് വരുത്തിയില്ലേ, അത് വെട്ടി എന്താണ് മിനുസപ്പെടുത്തിയൊക്കെയാണ് നിർമ്മിക്കുന്നത്. കേശവനെ ബെഡി തൽക്കീസെ ജവാബ് ദിയ. അപ്പം
കേശവ് വളരെ ഗൗരവത്തോടെ വലിയ രസത്തിലല്ലാതെ ആണ് അതിന് മറുപടി കൊടുത്തത്. മനസ്സിലായോ നിങ്ങൾക്ക്? ദേക്കോ ഏക് ബാർ ദേക്കോ ബച്ചോ. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ അല്ലേ നന്ന ഫൻകാർ, ഈ ഫൻകാർ അതായത് നന്ന ഫൻകാർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? നമ്മുടെ കേശവിനെയാണ്. കേശവ് കിത്തനെ സാൽ കാ ലഡ്കാ താ? 10 സാൽ. എത്ര വയസ്സുള്ള കുട്ടിയാണ്? 10 വയസ്സുള്ള കുട്ടിയാണ്. കേശവ് കാ മാതാപിതാ എവിടെയായിരുന്നു? നേരത്തെ അവരെ എവിടെ താമസിച്ചിരുന്നു എന്ന് പറയുന്നത് ഗുജറാത്തിലായിരുന്നു. പിന്നെ അന്ന് നമ്മുടെ ഈ കേശവ് ഇല്ല. പിന്നീടാണ് കേശവിൻ്റെ അച്ഛനും അമ്മയൊക്കെ എവിടെയാണ്? അവരുടെ പൂർവികരെല്ലാം എവിടെയാണ് താമസിച്ചിരുന്നത്? ഗുജറാത്തിൽ. അപ്പോൾ അവർ ജോലിക്ക് വേണ്ടി വേറൊരു സ്ഥലത്ത് നിന്ന് ഗുജറാത്തിൽ നിന്ന് ഈ ആഗ്രയിൽ വന്ന് താമസമായതാണ്. അപ്പോൾ ഈ കുട്ടി പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ കുത്തുപണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആര് വരുന്നു? ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചോദിക്കുന്നു, ആഹാ ഇതാരാണ് നിർമ്മിച്ചത്? കുട്ടിയാണോ ചോദിച്ചപ്പോൾ ഞാനാ, കാണുന്നില്ലേ ഇത് ഞാൻ തന്നെയാണെന്ന് വളരെ വലിയ രസമല്ലാതെ നമ്മുടെ കേശവൻ ജവാബ് മീൻസ് ആൻസർ കൊടുക്കുന്നു. ജവാബ് ആൻസർ. दिखता तो है पर तुम इतने छोटे लगते हो ना. वह आदमी हंसते हुए बोला. അപ്പോൾ ദിക്താ तो കണ്ടു. पर तुम इतने छोटे लगते हो. ഞാൻ കണ്ടു, പക്ഷെ നീ ഇത്രയും ചെറുതല്ലേ. വഹ ആദ്മി ഹസ്തേ ഹുയെ ബോല. ആ മനുഷ്യൻ വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടു, പക്ഷെ എന്താണ് പറഞ്ഞത്? നീ ഇത്ര ചെറുതല്ലേ എന്ന് വെച്ചു. മേ 10 साल का. അപ്പം അവൻ പറഞ്ഞ എന്താണ്? എനിക്ക് 10 വയസ്സുണ്ട്. 10. अच्छा. वो आदमी पास पड़े पत्थर पर बैठते हुए बोला, तब तो काफी बड़े हो. मैंने भी 13 साल की उम्र में एक लड़ाई में हिस्सा लिया था. എന്താണ് പറയുന്നത്? 10 വയസ്സുണ്ടല്ലേ? അച്ഛാ നല്ല. ആദ്മി പാസ് പടേ. അടുത്ത് ഒരു കല്ലിനവിടെ ഇരുന്നിട്ട് പറഞ്ഞു, തപ്തോ കാഫി പടേവോ. അപ്പോൾ നീ വലിയതാണ് അല്ലേ. മേനെ ഭി 13 साल की उम्र में एक लड़ाई में हिस्सा लिया था. മേനെ ഭി ഞാൻ കൂടെ 13 എത്രയാണ്? 13. उम्र में एक लड़ाई में हिस्सा लिया था. अब केशव उस आदमी को अच्छी तरह देख पा रहा था. उसकी उम्र रही होगी 30 से ऊपर. कद मंझोला था. वो सफ़ेद अंगरखा और पजामा पहने हुए था. उसके लंबे बाल गहरे लाल रंग की पगड़ी में अच्छी तरह से ढके हुए थे. अब केशव उस आदमी को अच्छी तरह. അപ്പോൾ കേശവ് എന്ത് ചെയ്തു? ആ മനുഷ്യനെ വളരെ ആദരവോടുകൂടി കേശവ് ഉസ് ആദ്മി സെ അച്ചി തരം നല്ലതുപോലെ ഒന്ന് നോക്കി. എങ്ങനെയാ? എന്താണ് കാരണം? ഉസ്കി ഉമ്ര ഹി ഹോഗി. ഒരു വയസ്സ്. ഇപ്പം നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അയാൾക്ക് എത്ര വയസ്സായെന്ന് മനസ്സിലൊരു എത്ര വയസ്സ് കാണുമായിരിക്കും ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതുപോലെ നമ്മുടെ കേശവന് ചിന്തിക്കുകയാണ്. എന്താണ്? 30 से ऊपर. 30 മേളിലായിരിക്കും. ഉമ്ര മീൻസ് ഏജ്. ഉമ്ര एज. मैंने भी 13 साल की उम्र में एक लड़ाई में हिस्सा लिया था. अब केशव उस आदमी को अच्छी तरह देख पा रहा था. उसकी उम्र रही होगी 30 से ऊपर. कद मंझोला था. वो सफ़ेद अല്ലേ? കഥ മീൻസ് ഷോൾഡർ. ഒക്കെ എങ്ങനെയാണ്? ഇത്തിരി ഇങ്ങനത്തുള്ളതാണ്. പിന്നെ वो सफ़ेद अंगरख और पजामा पहने हुए था. എന്താണ്? സഫേദ് അംഗരഖ മീൻസ് നീളത്തിലുള്ള ഒരു കോട്ടാണ്. അപ്പം അത് വൈറ്റ് കളറിലുള്ളതാണ്. പിന്നെ പജാമ പഹനെ ഹുയെ. പിന്നെ എന്താണ്? പജാമ ഇട്ടിരിക്കുന്നു. उसके लंबे बाल गहरे लाल रंग की पगड़ी में अच्छी तरह से ढके हुए थे. എന്താണ്? അദ്ദേഹത്തിൻ്റെ ഉസ്കെ ലംബെ ബാൽ നീളമുള്ള മുടി. എന്താണ്? ഗഹരെ
ലാൽ രംഗിക്ക് പകടി റെഡ് കളറുള്ള ഒരു തുണി വെച്ചിട്ട് നല്ല പോലെ ഒരു തൊപ്പി പോലെ ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കെട്ടി തലയിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഈ മുഗൾ രാജാക്കന്മാരുടെ തലയിലിരിക്കുന്ന അക്ബറിൻ്റെയും ബീർബലിൻ്റെ ഒക്കെ തലയിലിരിക്കുന്ന തൊപ്പി കണ്ടിട്ടില്ലേ? അതെ, പകടി കേട്ടോ. പകടി അതായത് തുണി കൊണ്ട് ചുറ്റിയാണ് അവരത് വെക്കുന്നത്. പകടി ബി അച്ചി തരികെ ഡക്കെ ഹുയെ ദേ. മനസ്സിലായോ? അപ്പോൾ കേശവൻ്റെ അടുത്ത് വന്നിരുന്ന ആ വ്യക്തിയെ സൂക്ഷ്മമായിട്ടൊന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ എങ്ങനെയാണ്? ഉസ്കി ഉമ്മർ രഖി ഹോഗി 30 से ऊपर कद मंचोला था, वह सफ़ेद अंग रेखा और पाजामा पहने हुए था, उसके लंबे बाल गहरे लाल रंग की पगड़ी में अच्छी तरह से ढके हुए थे। लगता है कोई बहुत बड़ा आदमी है। केशव ने उस आदमी के गले में पड़ी बड़े बड़े मोतियों की माला और उंगलियों की अंगूठियों को देखते हुए सोचा। तीखी नाक, बड़ी बड़ी आंखें, होठों के ढकने हुए नीचे की तरफ आती घनी मूंछें। केशव उस आदमी के व्यक्तित्व का मुआयना कर ही रहा था कि तभी उस आदमी ने एक नक्काशी की तरफ इशारा करते हुए कहा, इस लड़ी में अभी काफी काम बाकी है। इससे पहले कि केशव कोई जवाब देता, उसने किसी की तेजी से दौड़कर आने की आवाज सुनी। यह और कोई नहीं, महल का पहरेदार था। हुजूर माफ करें, मुझे आपके आने का पता ही नहीं चला। हफ्ते हुए उसने कहा। फिर वो मुड़कर फोंचक से खड़े केशव को घूरते हुए बोला, बेवकूफ, खड़ा हो। हुजूर आला के सामने बैठने की जुर्रत कैसे की तूने? चुपकर सलाम कर लिए। देखो बच्चे, അപ്പോൾ നമ്മുടെ കേശവ് വളരെ എന്താണ് ശ്രദ്ധയോടുകൂടി ആ മനുഷ്യനെ ഒന്ന് നോക്കി. പിന്നെന്താണ്, അപ്പോൾ വയസ്സൊക്കെ ഊഹിച്ചു. എത്ര വയസ്സ്? ഒരു 30-ന് മേളിൽ കാണും. പിന്നെ അങ്കുരഖ മീൻസ് സ്പോട്ടാണ്, നീളത്തിലിടുന്ന പാദവന പൈജാമ ഉടുപ്പാണ്. പിന്നെ പൈജാമയുണ്ട്. തലയിൽ അങ്ങനെയാണ് നല്ലൊരു പകടി, റെഡ് കളറിൽ ഉള്ള പകടി ചുറ്റി വെച്ചിട്ടുമുണ്ട്. ലത്താഹെ കോയി ബഹുത് ബഡാ ആദ്മി ഹെ. അപ്പം കേശവന്റെ മനസ്സിൽ തോന്നുകയാണ്, തോന്നുന്നു ഇതേതോ വലിയൊരു മനുഷ്യനായിരിക്കും. ബഹുത് ബഡാ ആദ്മി ഹെ. केशव ने उस आदमी के गले में पड़ी बड़े बड़े मोतियों की माला. അപ്പം നോക്കിയാണ് बड़े बड़े मोतियों की माला. मोती मीन्स എന്താണ്? मोतियों की माला, बड़े बड़े मोतियों की माला और उंगलियों की अंगूठियां. उंगली എന്തറിയാലോ? उंगली मीन्स फिंगर्स ആണ്. उंगली फिंगर ആണ്. फिंगर വിരല്. उंगलियां की अंगूठियां. अंगूठी मीन्स മോതിരങ്ങളാണ്, റിംഗ്സ് ആണ്. अंगूठी എന്താണ്? उंगलियों की अंगूठी. പിന്നെ അങ്കൂട്ടിയൊക്കെ ദേഖ്തേ ഹുയേ സോച്ചു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എന്താണ്? കഴുത്തി വലിയ പേളിൻ്റെ മാലകളൊക്കെ കിടക്കുന്നു. പിന്നെ കയ്യിലെല്ലാം മോതിരങ്ങൾ അല്ലേ? തീക്കി നാക്ക്, നല്ല ഉയർന്ന മൂക്ക്. നാക്ക് മീൻസ് മൂക്ക്. നാക്ക് എന്താണ്? നോസ്. കാൻ എന്താണ്? അപ്പോൾ മൂക്ക്, ബെടി ബെടി ആംഖേं, വലിയ കണ്ണുകൾ. ഒണ്ടുങ്കോ ടക്തേ പേ നീച്ചേക്ക് തരഫ് ആത്തി ഘനി മൂഞ്ച്. പിന്നെ എന്താണ്? ചുണ്ട്. പിന്നെ മുകളിലായിട്ട് എന്താണ്? ഫോട്ടോക്കെ ഡക്തേ, ചുണ്ട് പോലും കാണുന്നില്ല. എന്താണ്? അതുപോലെ എന്താണ്? ചുണ്ട്. അടുത്ത ഡക്തേ പേ, അതായത് അതിന് അതുപോലെ പരന്നടക്കുന്ന എന്താണ്? ഘനി മൂഞ്ച്. മൂഞ്ച് മീൻസ് എന്താണ്? മൂഞ്ച് മീൻസ് मीश. मूछे. केशव उस आदमी के व्यक्तित्व का मुआयना मीन्स എന്താണ്? जांच करता. मुआयना
മുആന എന്ന് വെച്ചാൽ എന്താണ്? നിരീക്ഷിക്കുക, ഇൻസ്പെക്ഷൻ എന്നാണ്. जांच पड़ताल अल्लाह निरीक्षण हिंदी निरीक्षण जांच पड़ताल ആ വ്യക്തിത്വം ഒന്നുകൂടെ അങ്ങനെ ഉണ്ട് ഈ വ്യക്തി എന്നാണെന്നൊന്നുകൂടെ ഒരു പരിശോധന നടത്തും. रहा था कि तभी उस आदमी ने एक नक्काशी की तरफ इशारा करते हुए कहा, इस लड़ी में अभी काफी काम बाकी है. അല്ലേ? അപ്പോൾ എന്താണ്, അവർ കൊത്തുപണി ചെയ്യുന്ന ആളുടെ അടുത്ത് വന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. इस लड़ी में अभी काफी काम बाकी है. इससे पहले कि केशव कोई जवाब देता, उसने किसी के तेजी से दौड़कर आने की आवाज़ सुनी. ये कोई नहीं, महल का पहरेदार था. അപ്പോൾ ഇതാരുമല്ല, എന്താണ് മഹലിലെ പഹരേദാർ മീൻസ് എന്താണ്? വാച്ച്മാൻ. हुजूर माफ करे, मुझे आपके आने का पता ही नहीं चला, हाफते हुए उसने कहा. फिर वो मुड़कर फौंचक से खड़े केशव को घूरते हुए बोला, बेवकूफ खड़ा हो, हुजूर आला के सामने बैठने की जुर्रत कैसे की तूने? झुककर सलाम कर इन्हें. അപ്പോൾ എന്താണ് പറയുന്നത്? देखो നമ്മുടെ കേശവ് ഇസസെ പഹലേക്ക് കേശവ് പോയി. ഇതിനൊന്നും നമ്മുടെ കേശവ് ആൻസർ ഒന്നും ഏതിന് പറയുന്നില്ല, ആദ്യമല്ലേ പറയുന്നില്ലേ? നോക്കിക്കോ. मुआयना की उस आदमी की एक नक्काशी की तरफ इशारा करते हुए कहा, इस लड़ी में अभी काफी काम बाकी है. इससे हाँ पहले कि केशव कोई जवाब देता, उसने किसी के तेजी से दौड़कर आने की आवाज़ सुनी. यह और कोई नहीं, महल का पहरेदार था. हुजूर माफ करें, मुझे आपके आने का पता ही नहीं चला, हाफते हुए उसने कहा. फिर वो मुड़कर फौंटक से खड़े केशव को घूरते हुए बोला, बेवकूफ. അപ്പോൾ നീ എന്താ എണീച്ചില്ലേ? പഹരേദാർ വാച്ച്മാൻ ഇതാരാന്ന് മനസ്സിലായില്ലേ? ഹുസൂർ അലാക്കെ സാമനെ बैठते की जुर्रत मीन्स എന്താണ്? ധൈര്യം. जुर्रत courage. जुर्रत courage. जुर्रत कैसे ही तूने? झुककर सलाम बोलो. अब केशव का माथा ठनका. उसे कुछ समझ आ रहा था. बदमाशी में चेनी हाथ से छूटकर नीचे गिरी और वो जल्दी से उठकर खड़ा हो गया. अरे कहीं ये बादशाह अकबर तो नहीं? ये ख्याल आते ही उसने झुककर सलाम किया और खरगोश की सी कांदर नजरों से अकबर को देखने लगा. देखो बच्चों, मैंने पहला वाचन कर. देखो, वो लड़का एक चौकोर लाल पत्थर के पास बैठ गया. उसने जल्दी जल्दी कोई प्रार्थना बुदबुदाई और चैनी हथौड़ा उठाकर अपने काम में जुट गया. അല്ലേ? ഒരു കുട്ടി ഒരു ചുമന്ന കല്ലിപ്പുറത്തിരുന്ന് അവൻ ഇരിക്കുകയാണ്. എന്നിട്ട് എന്താണ് ജൽദി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അല്ലേ അവന് എന്താണ് തൻ്റെ ചുറ്റിയ കൊണ്ട് ഉള്ളിയൊക്കെ കൊണ്ട് തൻ്റെ പണി ചെയ്യുകയാണ്. कुछ दिन पहले उसने इस पत्थर पर खंडियाँ की कतारें और कड़ियाँ मुकेरना शुरू किया. കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലേ, കുറച്ച് ദിവസത്തിന് മുന്നേ അവൻ എന്താണ് ഈ കല്ലിൽ എന്താണ് ഖണ്ഡിയ മണികൾ ഇങ്ങനെ ലൈനായിട്ട് മണി ഇങ്ങനെ ചെയിനായിട്ട് അവന് ഉണ്ടാക്കുന്ന പണിയിലാണ്. അതിലെല്ലാം എന്താണ് മുദ്ര കുത്തുകയാണ് ചെയ്യുന്നത്. लटके ने एक अपनी अधूरी घंटी पर चेनी की नोक टिकाई और सावधानी पूर्वक हथौड़े से घंटी पर नक्काशी करने में जुट गया. अल्ले नक्काशी मीन्स കൊത്തുപണി, എൻഗ്രേവർ കൊത്തുപണി ചെയ്യുകയാണ്. പിന്നെ हथौड़े के वार से पत्थर पर जो कटाव उभरता उससे पत्थर की किरचें चितरा जाती और वह आंखें सिकोड़ लेता. എന്താണ് ഈ
ഈ കൊത്തുപണികളൊക്കെ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, അടിച്ചടിച്ച് അത് ഷേപ്പ് വരുത്താൻ ശ്രമിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ആ പത്രത്തിൻ്റെയൊക്കെ ചീളുകൾ തെറിച്ചു പോകുന്നു. വോ ആകെ സിഖോട് ലെത്ത. അപ്പോൾ എന്താണ്, കണ്ണുകളൊക്കെ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്നു. സാത്ത് സാത്ത് ധീമി ആവാസമേ വോ കുച്ച് ഗുൻഗുനാനെ ഭി ലെത്ത. പിന്നെ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഉസ്കെ ചാരോ ഓർ ദൂസരെ സംഗത് രാഷ്ട്രീ അപ്നെ അപ്നെ കാമേ ഡൂബെ. അപ്പോൾ അവൻ്റെ അടുത്തിരിക്കുന്നവരല്ലേ, നാലുപാടും ഇരിക്കുന്നവർ എന്താണ്, കൂട്ടുകാരൊക്കെ കൂടി അല്ലെ കമ്പനി ആയിട്ടിരുന്ന് അവരും തങ്ങളുടെ ജോലികളിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയാണ് ഞാനിത് ആദ്യം തൊട്ട് ഒന്നുകൂടെ പറയുകയാണ് നിങ്ങൾക്ക് കേട്ടോ. केशव 10 साल का था और अभी अपना काम सीख ही रहा था. 10 വയസ്സുള്ള കുട്ടിയാണ് കേശവ്, തൻ്റെ ജോലി ചെയ്യുകയാണ്. पिता के एक बार करके दिखा देने पर वह सीधी लकीरों वाले और घुमावदार विषय रुके करता. അവൻ്റെ അച്ഛൻ പണി ചെയ്യുന്ന അവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവനും അത് ചെയ്യാനുള്ള ആഗ്രഹം. अब तक उसने नक्काशी का जो भी काम किया था उनमें से इन घंटियों को बनाना ही सबसे ज़्यादा. പക്ഷേ മണികൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതെല്ലാം ഇങ്ങനെ കൊരുത്ത് ഇടുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. केशव जानता था कि एक दिन तो ऐसा जरूर आएगा जब वह बहुत बारीक जालियाँ महीन नफीस बैल बूटे कमल के फूल लहराते हुए सांप और इठलाकर ചവിട്ടി हुए घोड़े ये सब पत्थर पर रुके पाएगा. അപ്പം ആ കുട്ടി വിചാരിക്കുകയാണല്ലേ, അവനിപ്പോൾ 10 വയസ്സല്ലേ ഉള്ളൂ, കുറേ കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൻ എന്താണ്, കുതിര, താമര, പിന്നെ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ അവന് കല്ലിൽ കുത്തി ഉണ്ടാക്കും എന്ന് ആ കുട്ടി വിചാരിക്കുകയാണ്. ठीक उसी तरह जैसे उसके पिता കണ്ടിട്ടുണ്ട്, അവൻ്റെ പിതാവ് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യണമെന്ന്. कई साल पहले जब वो पैदा भी नहीं हुआ था उसके माता पिता गुजरात से आगरा आकर बस गए थे. ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കേശവൻ്റെ അച്ഛനും അമ്മയും ഗുജറാത്തിൽ നിന്ന് ആഗ്രയിൽ വന്ന് താമസിക്കുന്നവരാണ്. ബാദ്ഷാ അക്ബർ ഉസ് വക്ത് ആഗ്ര കെ കില ബൻവാ രഹേ थे. ബാദ്ഷാ അക്ബർ ആ സമയത്ത് എന്താണ്, ആഗ്രയിൽ ഒരു കില, ഒരു ഫോർട്ട് നിർമ്മിക്കുകയായിരുന്നു. കേശവ് കെ പിതാവ് യഹി കാം. അപ്പോൾ കേശവൻ്റെ പിതാവിനും അവിടെ ജോലി ലഭിച്ചു. ആഗ്രാമേക്ക് യഹി ഹുവാ ഉസ്സേ ഗുജറാത്ത് കെ. അപ്പം നമ്മുടെ കേശവൻ്റെ പൂർവികർ എല്ലാം എവിടെയാണ്, ഗുജറാത്തിൽ. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവരപ്പോൾ ജോലിക്ക് വേണ്ടിയാണ് ഗുജറാത്തിൽ നിന്ന് ആഗ്രയിലേക്ക് എത്തിയത്. ആഗ്ര की गलियां और अब सीकरी बस यही उसका घर था. चारों ओर की रही चेरी हथौड़ों की ठक ठक खट खट के बीच केशव को किसी के कदमों की आहट भी न सुनाई पड़ी. इसलिए अचानक कानों में एक आवाज़ पड़ने पर वह चौंक गया. माशा अल्लाह, ये घंटियाँ कितनी सुंदर है, तुमने खुद बनाई है. അപ്പോൾ പണിസ്ഥലത്തിരിക്കുന്ന ഉടനെ പല എന്താണ്, കല്ലിൻ്റെ സൗണ്ടും ഉള്ളിയുടെ സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വരുന്നതോ പറയുന്നതൊന്നും നമുക്ക് കേൾക്കത്തില്ല. അപ്പോൾ ഈ കുട്ടിയുടെ പുറകിലായിട്ട് വന്നിട്ട് ആ മാഷാ അല്ലേ, ആഹാ കൊള്ളാമല്ലോ അല്ലേ, അല്ലേ ദൈവം, ഇതെന്താണ്, എത്ര നല്ല സുന്ദരമായ മണികളാണ്, നീ ഇത് സ്വയമേ നിർമ്മിച്ചതാണോ? പീച്ചെ മുൻകർ കേശവിനെ ആകെ ഉഠായിത്തോ സ്നേഹക്ക് ആത്മീയ. അപ്പം ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആര് നിൽക്കുന്നു, ഒരു മനുഷ്യൻ. ബേശ ബേടിക്ക് ഘണ്ടിയാൻ ബനായി ഹെ. എന്താണ്, ക്യാമേ അപ്പോ പത്തരവും പറഞ്ഞ നക്കാശി കർത്ത. അപ്പം ചോദിക്കുന്നത് എന്താണ്, നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഈ കല്ലിൽ കൊത്തുപണി ചെയ്യുന്നത്, ഇത് ഞാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയ രസമില്ലാത്ത രീതിയിലാണ് നമ്മുടെ കേശവൻ മറുപടി കൊടുത്തത്. ദിക്താത്തോ ഹേ പർത്തും ഇത്തനേ ചോട്ടിലെത്തി ഹോനാ വോ ആത്മീ ഹസ്തി. അപ്പോൾ ആ മനുഷ്യൻ ചിരിച്ചോണ്ട് പറഞ്ഞു, നീയാന്ന് കണ്ടു, പക്ഷെ നീ ഇത്രയും ചെറുതല്ലേ എന്ന് ചോദിച്ചു. മേ 10 साल का हूँ. അപ്പോൾ അവൻ പറഞ്ഞു എന്താണ്, എനിക്ക് 10 വയസ്സുണ്ട്. 10 अच्छा. वह आदमी पास पड़े पत्थर पर बैठते हुए बोला, तब तो काफी बड़े हो, मैंने भी 13 साल की उम्र में एक लड़ाई में हिस्सा लिया था. अब केशव उस आदमी को अच्छी तरह കേശവന് ആ മനുഷ്യനെ നല്ലപോലെ ഒന്ന് നോക്കുന്നു. എന്തൊക്കെയാകുമ്പോൾ ശ്രദ്ധിച്ചത് എന്താണ്, ഖദ് മൻചോലാഥ സഫേദ് അങ്കിരഖ പജാമ പഹനെ ഹുയേത. പിന്നെന്താണ്, ഉസ്കെ ലംബെ ബാൽ ഗഹരെ ലാൽ രംഗ് കി പഗടി. ആ നീളമുള്ള മുടിയിൽ എന്താണ്, ചുവപ്പ് കളറിലുള്ള തുണി, നല്ല പഗടി തൊപ്പി പോലെ ചുറ്റി വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ കേശവ് ശ്രദ്ധിച്ചപ്പോൾ എന്താണ്, ബെടെ ബെടെ മോത്തിയോങ്കി മാല, വലിയ വലിയ പാളിൻ്റെ മുത്തുമാല കിടക്കുന്നു. പിന്നെ എന്താണ്, ഉങ്കിലിയോങ്കി അങ്കൂട്ടിയ, വിരലുകളെല്ലാം മോതിരങ്ങൾ. പിന്നെന്താണ്, വലിയ മൂക്ക്, വലിയ കണ്ണുകൾ അല്ലേ. പിന്നെന്താണ്, ഭയങ്കര മീശ, കട്ടി മീശയൊക്കെ. കേശവ് ആത്മിക്ക് വ്യക്തിത്വക്കോ അല്ലേ, ആ ആത്മീയെ ഒരു പരിശോധനയങ്ങ് നമ്മുടെ കേശവ്
നടത്തി. आदमी ने एक नक्काशी की तरफ इशारा करते हुए कहा, इस लेडी में अभी काफ़ी काम बाकी है। इससे पहले कि केशव कोई जवाब देता, उसने किसी के तेजी से दौड़कर आने की आवाज़ सुनी। यह और कोई नहीं, महल का पहरेदार, महल मीन्स पालसान, पहरेदार। हुजूर माफ़ करें, मुझे आपके आने का पता ही नहीं चला, हाँफते हुए उसने कहा। फिर वो मुड़कर फौजक से खड़े केशव को घूरते हुए बोला, बेवकूफ़, घड़ा हो, हुजूर आला के सामने बैठने की जुर्रत कैसे की तूने? झुककर सलाम कर इन्हें। बच्चों, तुम्हारा 4th चैप्टर तुमने अच्छी तरह वाचन करो। धन्यवाद।